കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഇടുക്കി ഗ്യാപ് റോഡിൽ നിന്ന് ബൈസൺ വാലിയിലേക്കുള്ള റോഡ് ഇന്നൊരു അപകടക്കിണിയായി മാറിയിരിക്കുകയാണ്. ഇതിനോടകം 30-ലധികം അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. നിരവധി ആളുകൾ മരിച്ചു. കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് ട്രാവലർ ഇടിച്ചു കയറിയ ഒരു അപകടം ഉണ്ടായിരുന്നു. അന്നും ഒരാൾ മരിച്ചു. അപകടത്തിൽപ്പെട്ട വാഹനമടക്കം അവിടെ നിന്ന് മാറ്റി. പക്ഷേ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന വീട്ടിലാണ് ആ നിർധന കുടുംബം ഇപ്പോഴും കഴിയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8 മണിയോടെയാണ് അപകടമുണ്ടാകുന്നത്. കർണാടകയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളുടെ വാഹനമാണ് കാക്കാട്ടുകടയിലെ ഈ വീടിനുള്ളിലേക്ക് ഇടിച്ചു കയറിയത്. 12 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഒരാൾ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു. വീടിന് മുൻവശത്ത് സംസാരിച്ചു കൊണ്ടിരുന്ന വീട്ടുടമ ശശിധരനും സുഹൃത്തും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കുന്നു, എൻ്റെ കൂട്ടുകാരൻ ഇവിടെ ഇരിക്കുന്നത്. വണ്ടി പറഞ്ഞു ഓടിക്കളാൻ പറഞ്ഞു. പക്ഷേ എങ്ങോട്ട് ഓടുന്നു ആ പറഞ്ഞ നേരം കൊണ്ട് ഇവിടെ ഒന്ന് വണ്ടി ഇടിക്കുകയും ചെയ്തു. അന്നേരം 3 പേര് അവസരം തിരിച്ച് അങ്ങ് പോയി. 3 പേര് തിരിച്ച് പോയി. കുണ്ടിക്കോളെ തിരിച്ച് 3 പേര് പോയി. ബാക്കിയുള്ളൊരു ആൾക്കാരെല്ലാം വന്ന് രക്ഷാപ്രവർത്തനം ചെയ്ത് കൊണ്ടുപോയത്. മൊത്തം ഡ്രൈവർ ഉൾപ്പെടെ 12 പേര്. ഇടിയുടെ ആഘാതത്തിൽ വീട് പൂർണ്ണമായി തകർന്നു. ഭിത്തികളിൽ വിള്ളൽ വീണ ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് വീട്. ഭീതിയോടെയാണ് അന്തി ഉറങ്ങുന്നതെന്ന് ശശിധരന്റെ ഭാര്യ രമണി പറയുന്നു. ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങൾക്ക് ഇതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല. മൊത്തം തുറന്നു കിടക്കുക. പിന്നെ രാത്രി പേടിയോടുകൂടി ഇതിനകത്ത് കിടക്കാൻ പറ്റുള്ളൂ. ഇതിൽ മൊത്തം ഭിത്തി കുടുങ്ങിയിരിക്കുന്ന കാരണം കൊണ്ട് ഒത്തിരിയും പേടിയുണ്ട്. കിടക്കാൻ ഭയങ്കര പേടിയാണ്. ഇതിനകത്ത് ഇനി താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. വേറെ സ്ഥലം അപ്പുറത്ത് കുറച്ചുണ്ട്. അതിനകത്ത് പെര വെക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക സഹായം കിട്ടാതെ പറ്റത്തില്ല. കുത്തിറക്കവും കൊടും വളവും നിറഞ്ഞ റോഡിൽ ഇതിനോടകം 30-ലധികം അപകടങ്ങൾ നടന്നു കഴിഞ്ഞു. 15ഓളം ആളുകൾ മരണപ്പെട്ടു. കാക്കാക്കടയിലെ ഈ വീടിന് ചുറ്റും 6ഓളം വാഹനാപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ റോഡ് ഈ സൈഡിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പേടി കൊണ്ട് നിൽക്കാനോ ഇരിക്കാനോ അല്ല ഈ സൈഡ് ജീവിക്കാനോ പറ്റിയല്ല. കാരണം വളരെ ശക്തമായ രീതിയിൽ ഈ വണ്ടി വരുന്നതെല്ലാം നല്ല സ്പീഡിലും നല്ല രീതിയിൽ ഈ സൈഡ് ആണ് ഭയങ്കര പ്രശ്നമാണ്. ഒത്തിരി അപകടങ്ങളെല്ലാം ഈ സൈഡാണ് കൂടുതലും വരുന്നത്. ഇപ്പോൾ ഒരു 5-8 തന്നെ വീട് ഈ അടുത്ത് തന്നെ ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരിയും കൂടുതൽ ഈ വീടിനോട് അപ്പുറം ഇപ്പുറയും മൊത്തത്തിൽ ഒരു 30 കൂടുതലേ ഉള്ളൂ. പുറകോട്ട് പോവുകയില്ല. അപകടങ്ങൾ പതിവായതോടെ മോട്ടോർ വാഹന വകുപ്പ് പഠനം നടത്തി റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ നേരിട്ടെത്തി സന്ദർശനവും നടത്തി മടങ്ങിയിട്ട് 1 വർഷം പിന്നിടുന്നു. എന്നാൽ സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കുന്നതിന് ഇനിയും നടപടിയുണ്ടായിട്ടില്ല. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.